നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. വലിയൊരു സന്തോഷ പ്രതികരണ അതല്ലെങ്കിൽ വലിയൊരു സന്തോഷ സമര വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. ഗംഭീര സമരമാണ് കേട്ടോ. സമരം എന്തിനാന്നൊക്കെ അറിയുമ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു മതേതരം എത്രത്തോളം അങ്ങോട്ട് വളർന്ന് ഞമ്മന്റെ മഹോന്നതന്റെ ഡിഷ്ക്യൂയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് കാണേണ്ടത്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വേഗം ഓടി വരാം. ഈ വിദ്യാർത്ഥിക്കും സിന്താബ ഒന്നുകൂടെ കാണണം. വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിക്ക് സിന്ദാബാദ് എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? കുട്ടികളുടെ അവകാശം കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനുള്ള അവകാശം എന്നറിയാമോ? ഞമ്മന്റെ ഗുദം മേപ്പോട്ടാക്കിയാണ്ട് ഞമ്മന്റെ നിസ്കാരം നടത്തണം. ആർക്ക്? മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക റൂം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഏത് കോളേജിലാ സമരം എന്നറിയാമോ? നിർമ്മല കോളേജ്. നിർമ്മല എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വല്ല ഹിന്ദു പേരൊക്കെ ആയതുകൊണ്ട് ഹിന്ദു സ്കൂളോ ഹിന്ദു കോളേജ് എന്നാരും തെറ്റിദ്ധരിക്കണ്ട. ക്രിസ്ത്യൻ, അവരുടെ ആ ഒരു ക്രിസ്ത്യൻ സഭയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു കോളേജ് ആണ് എന്നുള്ളതാണ് അറിവ്. ഇനി ഇത് സമരം ചെയ്യുന്നത് ആരോന്നറിയാമോ? ഞമ്മന്റെ SFI. ഗുളു 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 SFI, ബുളു 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 SFI, ഗുളു 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 SFI. ഞമ്മന്റെ ബുളു ബുളു SFI ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഇടം വാങ്ങിക്കൊടുക്കണമെന്ന് ബുളു 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 SFI ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവിടെ ഒരു പ്രാർത്ഥനാലയം വേണം, കോളേജിലായാലും സ്കൂളിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും എന്ന് ഏതെങ്കിലും ഒരു ബുളു ബുളു ഗുളു ഗുളു SFI-കാരൻ സമരം ചെയ്ത് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേൾക്കില്ല. പക്ഷെ ഞമ്മന്റെ ആളുകൾക്ക് മേപ്പോട്ട് ഗുദം പൊക്കിക്കൊണ്ട് നിസ്കരിക്കാൻ ഞമ്മന്റെ ആളുകൾക്ക്, മുക്കാലികൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞമ്മിനിറങ്ങി. ആർക്ക് വേണ്ടിയിട്ട്? ഞമ്മന്റെ ഗുളുഗുളു ആളുകൾക്ക് വേണ്ടിയിട്ട്. നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ട് ജിതിൻ ജേക്കബ്, നമ്മൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ഇടപെടുന്ന ജിതിൻ ജേക്കബിന്റെ ഒരു പ്രതികരണം ഉണ്ട്. ഗംഭീരമായിട്ടുള്ള പ്രതികരണം. അത് കേൾക്കാം നമുക്ക്. നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം, SFI-യുടെ പുതിയ ക്യാപ്ഷനാണ് നമ്മൾ ഫുൾ ഫോം ആണ് കണ്ടെത്തിയിരിക്കുന്നത്. സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം, SFI-ന്റെയും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ MSF. അത് നമ്മൾക്ക് അറിയാം, MSF ഓൾറെഡി ഉണ്ട് എന്നുള്ളത്. ഇനി എന്റെയും നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവ ഫാദർ ജസ്റ്റിൻ K. കുര്യാക്കോസിനെ തടഞ്ഞു വെച്ചു എന്ന വാർത്ത പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാധ്യമങ്ങൾ, കേരള മാപ്രകൾ മറച്ചു വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ കണ്ടോ? ഞമ്മന്റെ ഗുദു SFI നടത്തിയ ഈ ഐതിഹാസിക സമരം ഏതെങ്കിലും മാധ്യമം നിങ്ങളെ കാണിച്ചോ? കണ്ടില്ല. ഇന്ന് പക്ഷേ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് ഈ ഗുളുഗുളു SFI നടത്തിയ ഈ ഐതിഹാസിക സമരം നമ്മൾ അറിഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? മുസ്ലിം കുട്ടികൾക്ക് നിസ്കരിക്കാൻ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന കോളേജിൽ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൽ അച്ഛനെ തടഞ്ഞു വെച്ചുകൊണ്ട്, ഇന്നലെ ഇത് മാത്രമൊന്നുമില്ല, ആ പ്രിൻസിപ്പൽ അച്ഛനെ തടഞ്ഞു വെച്ച യുവമാർ എന്തൊക്കെയാ പറയുന്നത് അറിയാമോ? മര്യാദയ്ക്ക് അവിലുമലനും മുന്തിരിക്കത്തിന്റെ മുദ്രാവാക്യം നമ്മൾ കേട്ടതല്ലേ? മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നു, മര്യാദയ്ക്ക് ഞമ്മന്റെ ഈ നാട്ടിൽ ഇസ്ലാമിക ശരീയ നിയമപ്രകാരം, ഞമ്മന്റെ മമ്മൂഞ്ഞിന്റെ ആ നിയമപ്രകാരം അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ജീവിച്ചോ, അല്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിലേക്ക് കുന്തിരിക്കവും അവിലും മലരും ഒക്കെ കരുതി വെച്ചോ. എന്തിനാ അവിലും മലരും ഒക്കെ? ചത്തു കഴിഞ്ഞ് അടിയന്തരമായാലും പൂലയായാലും ആ കർമ്മങ്ങളൊക്കെ നടത്താൻ വേണ്ടി അവിലും മലരും. പിന്നെയോ ക്രിസ്ത്യാനികൾക്ക് കുന്തിരിക്കമുണ്ട്. അതുകൊണ്ട് ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ഞങ്ങൾ ഇതാ വരുന്നു നിന്റെയൊക്കെ കാലന്മാരെന്ന് ഒരു കിളവന്, ഒരു മകനെ ഒരു മുതു ജിഹാദി മുതുകത്ത് വെച്ച് അവന്റെ മകനായിട്ടുള്ള ജിഹാദിയെ വെച്ചുകൊണ്ട് ഈ കേരളത്തിൽ മുദ്രാവാക്യം വിളിപ്പിച്ചു. ആ മുദ്രാവാക്യം വിളിപ്പിച്ച സംഘടനയുടെ പേരാണ് പോപ്പുലർ ഫ്രണ്ട്, STP എന്ന് പറയുന്ന ജിഹാദി സംഘടന. ആ പോപ്പുലർ ഫ്രണ്ട് ഇന്ന് കേന്ദ്ര സർക്കാർ നട്ടലുള്ളത് കൊണ്ട്, നരേന്ദ്രമോദിജിക്കും അമിത്ഷായ്ക്കും നട്ടലുള്ള ഭരണാധികാരികളായതുകൊണ്ട് നിരോധിച്ച് ഇന്ന് അതിന്റെ നേതാക്കന്മാരൊക്കെ അവിടെ ഗുളുഗുളു വെളിച്ചെണ്ണ പരിപാടിയിൽ അവിടെ തീഹാർ ജയിലിൽ കടന്ന് പുളയ്ക്കുകയാണ്. അവന്റെയൊക്കെ ഗുദത്തിലൂടെയും മറ്റേലൂടെയൊക്കെ സിംഗുമാരൊക്കെ കയറി മേയുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ വരുന്നു. എന്തായാലും ഈ പറയുന്ന SFI എന്ന് പറയുന്ന പുതിയ സംഘടന വന്നിരിക്കുന്നു, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം, SFI. ഇനി കുറച്ചു നാൾ മുമ്പ് കോട്ടയം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്രകൾ എടുത്തിരുന്നത്. അതായത് ഒരു പള്ളിയുടെ, അവരുടെ സ്വകാര്യ പള്ളി ചർച്ചുമായി ബന്ധപ്പെട്ടുള്ള ആ വസ്തുവിൽ
അതിക്രമിച്ച് കയറിക്കൊണ്ട് ഇവന്റെയൊക്കെ അഹങ്കാരം കാണിച്ച് വാഹനങ്ങൾ ശബ്ദ കോലാഹലമുണ്ടാക്കി വൃത്തികേടുകൾ കാണിച്ച സമയത്ത് അവിടുത്തെ കൈക്കാരൻ ഒരു പള്ളിയിലച്ഛനൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് കൊച്ചച്ഛൻ ഇറങ്ങി വന്ന് പറഞ്ഞു, മക്കളെ ഇവിടെ പ്രാർത്ഥന നടക്കുകയാണ്, ഞങ്ങളെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അത് ചോദിക്കാൻ നീ ആരാടാ? ഞമ്മന്റെ രാജ്യത്ത് ഞമ്മന്റെ അൽഖേരളം ഭരിക്കുന്ന ഞമ്മന്റെ ജിഹാദി മരുമോനും ബാപ്പയും ഭരിക്കുന്ന ഈ നാട്ടിൽ ഞങ്ങളോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പറയാൻ നീ ആരാടാ ഞമ്മനോട് എന്ന് വെച്ച് മുക്കാലുകൾ ആ പാവത്തെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും അതിനെ പിന്നെ തിരിച്ച് അതിനെ ഈ ക്രിസ്ത്യാനികളൊക്കെ കൂടെ അങ്ങോട്ട് കയറി ഞമ്മന്റെ ആളുകൾ ദ്രോഹിക്കാൻ വന്നു എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറ്റിയത് നിങ്ങൾ കണ്ടതല്ലേ? അതാണ് ഞമ്മന്റെ കേരളത്തിലെ മാപ്രകളുടെ തന്തയില്ലായ്മ, അതല്ലെങ്കിൽ പല തന്തയ്ക്ക് പിറന്നവന്മാരുടെ കൊണം എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഇനിയോ, പാലാ ബിഷപ്പ് ഹൗസിലേക്ക് ഇസ്ലാമിക കൊടും മത തീവ്രവാദികൾ ആക്രേശിച്ച് ഇരച്ചു കയറി വന്നപ്പോഴും മാപ്രകൾ അവർക്കൊപ്പമായിരുന്നു. അതായത് ഒരു പള്ളിയിലച്ഛനെ ആക്രമിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഇസ്ലാമിക കൊടും ഭീകരന്മാർ ആയുധങ്ങളുമായി പള്ളിയിലേക്ക് ഇരച്ചു കയറിയപ്പോഴും മാധ്യമങ്ങൾ നിശബ്ദത പാലിച്ചു. അതുപോലെ തന്നെയാണ് ഇന്ന് നിർമ്മല കോളേജിൽ മൂവാറ്റുപുഴ അദ്ദേഹത്തെ ആ ഒരു ഈ കോളേജിൽ നിർമ്മല കോളേജിൽ ഞങ്ങൾക്ക് ഈ നിഷ്കരിക്കാൻ ഞമ്മന്റെ ഗുദം പൊക്കാൻ വേണ്ടി സ്കൂളിന്റെ ആ കോളേജിന്റെ ഒരു ഭാഗത്ത് ഞമ്മക്ക് സൗകര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞ് SFI ഗുളുഗുളുക്കാർ സമരം നടത്തുമ്പോൾ അത് ഐതിഹാസികമല്ലേ എന്ന് ഉറക്കെ ചോദിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ്. കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു, ആരൊക്കെ പ്രതികരിക്കുമെന്നൊക്കെ അറിയുകയാണ് ഇവന്മാരുടെ ലക്ഷ്യം. ആരുടെ ലക്ഷ്യം? ഇസ്ലാമിക കൊടും ഭീകര വർഗീയവാദികളുടെ ലക്ഷ്യം. പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടത് എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ, അവരുടെ ഗുദം നടത്താൻ, ഗുദം പൊക്കലൊക്കെ എന്റെ കയ്യിൽ നിട്ടതാട്ടോ, അതൊന്നും ജിതിൻ ജേക്കബ്സ് അദ്ദേഹം പറഞ്ഞിട്ടില്ല, നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അതുമൊക്കെ അവന്റെ ഇസ്ലാമിക കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഞമ്മന്റെ എന്തും നടത്താൻ ഞമ്മക്ക് അർഹതയുണ്ട്, അത് തരാത്തവനെ ആക്രമിച്ച് എതിർദിശയിൽ കയ്യും കാലും ഒക്കെ വെട്ടിയേക്കണം. അത് ആരതാ വെട്ടപ്പെട്ടത്? ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് ഈ മൂവാറ്റുപുഴയും തൊടുപുഴയും വലിയ ദൂരമൊന്നുമില്ല, അത് ഈ കേരളത്തിൽ തന്നെയാണ്. അത് ഒരു പരിധി വരെ ഈ പള്ളിയിൽ അച്ഛന്മാർക്ക് ഇത് കിട്ടേണ്ടതാണ്. കാരണം അന്ന് ജോസഫ് മാഷിന്റെ കയ്യും കാലും മമ്മദ് എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹം തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ വന്നപ്പോൾ വെട്ടിയ സമയത്ത് ഈ പള്ളിയിൽ അച്ഛന്മാരൊക്കെ അദ്ദേഹത്തെ തള്ളി പറഞ്ഞ് കോളേജിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അത്തരത്തിൽ ന്യൂമാൻസ് കോളേജിലെ അധികാരികൾ ഇസ്ലാമിക ജിഹാദികളെ ഭയന്നുകൊണ്ട്, അതല്ലെങ്കിൽ അവിടെ കുട്ടികൾ കുറയും, ഞങ്ങളുടെ കുട്ടികളെ വിടില്ല എന്ന് ഈ പറയുന്ന മതേതര ഹിന്ദുവും മതേതര ക്രിസ്ത്യാനിയൊക്കെ പറഞ്ഞപ്പോൾ ആ പാവം പിടിച്ച ജോസഫ് മാഷിനെ പിരിച്ചുവിടാനായിരുന്നു ന്യൂമാൻസ് കോളേജ് എന്ന് പറയുന്ന സഭ നടത്തിയ കോളേജ് കാട്ടിയത്. അതുകൊണ്ട് നിർമ്മല കോളേജിലേക്ക് ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ സമരം നടത്തിക്കൊണ്ട് അവനൊക്കെ ഗുദം വെക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ നമ്മളാരും ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ സഭ കുഞ്ഞാടുകൾ പേടിച്ചു തൂറിക്കൊണ്ട് ജോസഫ് മാഷിനെ അന്ന് പിരിച്ചുവിട്ട ആ നിമിഷം ഓർക്കുമ്പോൾ ഒരിക്കലും ഈ കുഞ്ഞാട് കോളേജുകളെ ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇനിയും വരുന്നുണ്ട് കേട്ടോ. തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടിയത് എന്ന് ഓർക്കണം. അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു. അന്നത്തേതിന്റെ 10 മടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഇസ്ലാമിക ഭീകരർക്കൊപ്പം, ഭരണകൂടം അവർക്കൊപ്പം, സാംസ്കാരിക നായകരും എഴുത്തുകാരും അവർക്കൊപ്പം, സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി പരസ്യമായി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മാധ്യമങ്ങളും ഉള്ള നാടാണിത്. അടിയന്തരമായി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കേന്ദ്ര ഏജൻസികളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കുകയാണ് വേണ്ടത്. മതനിന്ദ ആരോപിച്ച് കൈവെട്ടിയ നാട്ടിൽ നിസ്കാരത്തിന് സ്ഥലം തന്നില്ല എന്ന പേരിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? ഇത് വലിയൊരു സത്യമല്ലേ? കാരണം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നാമം ഈ ജോസഫ് മാഷ് തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് കയ്യും കാലും മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു, ജീവിതോപാധിയായിരുന്നു, ജോലിയായിരുന്നു. ആ ജോലിയിൽ നിന്ന് ന്യൂമാൻസ് കോളേജ് എന്ന് പറയുന്ന സഭ നടത്തിയ ആ കോളേജിന്റെ ഉത്തരവാദിത്വം കൂടി ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ പിരിച്ചുവിടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർമ്മല കോളേജിലെ പ്രിൻസിപ്പലിന്റെ അവസ്ഥ ഇനി എന്താകുമെന്ന് ദൈവത്തിന് പോലും അറിയില്ല. വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആ വൈദികനെ മാപ്രകൾ വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം. കഴിഞ്ഞ ദിവസമാണ് ഒരു മത തീവ്രവാദ ചാനലിലെ മാപ്ര കത്തിയെടുത്ത് കുത്തുന്നത് പോലത്തെ ആക്ഷൻ ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ കാണിച്ചത്. സുരേഷ് ഗോപിക്കെതിരെ ഒരു മീഡിയ വൺ എന്ന് പറയുന്ന മുക്കാലികളുടെ ആ ചാനൽ, ജിഹാദി ചാനൽ, അതിലെ ഒരു റിപ്പോർട്ടർ, ഡൽഹി റിപ്പോർട്ടർ സുരേഷ് ഗോപിയെ കത്തിയെടുത്ത് കുത്തുന്ന പോലെ പിറകിൽ നിന്ന് ആക്ഷൻ കാണിച്ചില്ലേ? അവന്റെ കയ്യിൽ മൈക്കായത് കൊണ്ട് സുരേഷ് ഗോപി രക്ഷപ്പെട്ടതാ, അല്ലെങ്കിൽ എന്തായിരിക്കും അവൻ ചെയ്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനിയോ,
വലിയൊരു വിപത്തിലേക്കാണ് നാട് പോകുന്നത്. നിശബ്ദരായി സഹിഷ്ണുതയുടെ ഇനിയും ഇരിക്കുന്ന കഴുതകൾ സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ അവസ്ഥ കാണുന്നില്ലേ? അത് തന്നെയാണ് ഇവിടെയും കേരളത്തിൽ, ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഇനി എത്രയോ വരുന്നുണ്ട്. അവർ എപ്പോൾ ചെയ്യുന്നത് പരീക്ഷണങ്ങളാണ്. അതായത് ഇപ്പോൾ അവർ നടത്തുന്നത് വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള കാര്യമാണ്. സത്യങ്ങൾ പറയുമ്പോൾ അത് അവതരണം വളരെ അരോചകമാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറെ മതേതര നാമധാരികൾ, ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും വരും. എടോ, എന്റെ അവതരണം അരോചകമാണോ അല്ലെങ്കിൽ ഒന്നും എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഉള്ള കാര്യം പച്ചയ്ക്ക് പറയുമ്പോൾ അത് നിനക്കൊക്കെ സൗകര്യമുണ്ടെങ്കിൽ കേട്ടാ മതി. ഇന്ന് ഈ പള്ളിയിൽ അച്ഛനെയാണ് തടഞ്ഞു വെച്ച് ഇസ്ലാമിക ജിഹാദികൾ അവനൊക്കെ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം വേണമെന്ന് പറഞ്ഞതെങ്കിൽ സുകുമാര, അയ്യപ്പ, ശങ്കര, അതല്ലെങ്കിൽ ജോസഫ്, ജോർജ്, നാളെ നിന്റെ വീട്ടിൽ കയറി മേയും ഇവന്മാർ. അന്നും നീ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സത്യം വിളിച്ചു പറയുന്ന ആളുകളെ ഈ ഡീപ്രമോട്ട് ചെയ്യാൻ വേണ്ടി നീയൊക്കെ പല ഭാഷയിലും പല രീതിയിലും ഞാൻ മതേതരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ജിഹാദികൾക്ക് ഓമ്പിക്കൊടുത്ത് ജീവിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഓമ്പിക്കോടെ, നന്നാക്കി ഓമ്പിക്കോ. നിന്റെ വീട്ടിൽ കയറി മേയുമ്പോഴും നീ ഓമ്പിയേക്കണമെന്ന് എനിക്ക് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം ഇതേ ഭാഷ തന്നെയേ ഇസ്ലാമിക ജിഹാദിസത്തിനെതിരെ എന്നെ കൊണ്ട് പറയാനാവുകയുള്ളൂ. അത് താല്പര്യമുള്ളവന്മാർ കേട്ടാൽ മതി. അല്ലാത്ത ഒരു സുകുമാരനും ഒരു ജോസും ഈ ചാനലിൽ വന്ന് കേൾക്കാൻ ഞാൻ ആരുടെയും കാല് പിടിച്ച് പറയാറില്ല. അവർ ഇപ്പോൾ ചെയ്യുന്നത് പരീക്ഷണങ്ങളാണ്. നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണം, വെള്ളിയാഴ്ച അവധി വേണം എന്നൊക്കെ പറഞ്ഞ് ഇക്കൂട്ടർ രംഗത്ത് വന്നേക്കാം. അന്നും ഇതേപോലെ മതേതരം വെട്ടിപ്പുഴുങ്ങി തിന്ന് ജീവിച്ച് നടക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും വിരലിട്ട് ഇരുന്നോ, വായിൽ വിരലിട്ട് പൂഴ്ത്തി ഇരുന്നോ, നീയൊക്കെ നിന്റെ വീട്ടിൽ കയറി മേയുന്നത് വരെ നീ ഇങ്ങനെ ഊമ്പിക്കോ ഇരുന്നിട്ടെന്ന് പച്ചയ്ക്ക് പറയാനുള്ളൂ. ഇവറ്റകളെ തലപൊക്കാൻ അനുവദിക്കരുത്. നമ്മുടെ സഹിഷ്ണുതയാണ് ഇവർ മുതലെടുക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത്. ഇനിയും അടിമകളായി നട്ടെല്ല് വളയ്ക്കുന്ന ഇതുപോലത്തെ സുകുമാരന്മാരും ജോസഫ് മാരുമൊക്കെ ഇവിടെ കാണാം. പക്ഷെ സത്യങ്ങൾ വിളിച്ചു പറയാൻ എന്ന് നീ നാവ് പൊക്കുന്നോ അന്നേ നീയൊക്കെ രക്ഷപ്പെടുകയുള്ളൂ. ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത്. ഇനിയും അടിമകളായി നട്ടെല്ല് വളച്ചു നിന്നാൽ അത് നമ്മുടെയും തലമുറകളുടെയും തന്നെ നാശത്തിന് കാരണമാകും. ഈ സംഭവത്തിൽ ജനാധിപത്യ രീതിയിൽ ശക്തമായ പ്രതിഷേധം ഉയരുക തന്നെ വേണം. ഇതാണ് ജിതിൻ ജേക്കബിന്റെ ആ ഒരു പോസ്റ്റ് വരുന്നത്. നോക്കൂ, ഇതിൽ പരം അധികം എനിക്കൊന്നും പറയാനില്ല. നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇന്ന് നിന്റെയൊക്കെ മുഖത്തടിച്ച പോലെ തന്നെ നിന്റെയൊക്കെ പള്ളികളിലും നിന്റെയൊക്കെ ചർച്ചുകളിലും നിന്റെയൊക്കെ അമ്പലത്തിലും നിന്റെയൊക്കെ സ്കൂളുകളിലും നിന്റെയൊക്കെ കോളേജിലും ഇനി നിന്റെ വീട്ടിലും സംഭവിക്കും. അതിനി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പച്ചയ്ക്ക് പറയുമ്പോൾ നമ്മളൊക്കെ ആരായി? വർഗീയവാദിയായി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു അമ്പലത്തിനുള്ളിലേക്ക് കയറി പോലീസ് ഒരു പൂജാരിയെ അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നു. എന്നിട്ടോ ആ പ്രതി അദ്ദേഹം ആയിരുന്നില്ല അതിലെ പ്രതി എന്നറിഞ്ഞപ്പോൾ പോലീസ് അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഒരു മുസ്ലിം പള്ളിയിലേക്ക് കയറി ചെന്ന് കണ്ട അവിടുത്തെ ആ മേപ്പെട്ട് ഗുദം പൊക്കി നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിട്ടായിരുന്നു പോയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു ഈ നാടിന്റെ അവസ്ഥ? എന്നിട്ട് ആ പൂജാരി പറയുകയാണ്, എനിക്ക് അപമാനം കൊണ്ട് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അതിനും രണ്ട് പക്ഷമുണ്ട്. മതേതര ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും അവിടെ കിടന്ന് മെഴുകിയതും ആ വാർത്തയ്ക്ക് താഴെ മെഴുകിയതും ഞാൻ കണ്ടു. എടോ, നിന്റെയൊക്കെ വീട്ടിൽ ഈ അനുഭവം വരുമ്പോഴേ നീയൊക്കെ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് നിർമ്മല കോളേജിലെ അച്ഛനെ തടഞ്ഞു നിർത്തി ഇങ്ങനെ ചെയ്തപ്പോൾ വേണ്ട, പാലാ ബിഷപ്പിന്റെ വീട്ടിലേക്ക് ഇസ്ലാമിക ഭീകരന്മാർ ഇരച്ചു കയറിയപ്പോൾ വേണ്ട, ഒരു ചർച്ചിന്റെ ഈ മൈതാനത്ത് ചർച്ചിലെ അവരുടെ പള്ളിയിലെ ആ ക്രിസ്ത്യൻ ചർച്ചിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനങ്ങൾ ഇരപ്പിച്ചുകൊണ്ടും വാഹനം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവിടെ ശല്യപ്പെടുത്തിയപ്പോഴോ അപ്പോഴും എന്താണ്, ഇവിടെ മതേതര ഹിന്ദുവും മതേതര ക്രിസ്ത്യാനിയും ആർക്കൊപ്പം നിന്നു? ഈ ജിഹാദികൾക്കൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെയാണ് SFI എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ഇസ്ലാമിക കൊടുംഭീകരന്മാർക്കൊപ്പം നിൽക്കുമ്പോൾ നീ ചിന്തിക്കുക, നിനക്ക് രക്ഷ ആരെന്ന് നീ സ്വയം ചിന്തിക്കുക. ആരായിരുന്നു പാലാ ബിഷപ്പിനെ ആക്രമിച്ച സമയത്ത് പാലാ ബിഷപ്പിന് പിന്തുണ കൊടുത്തുകൊണ്ട് അവിടേക്ക് സ്വന്തം ജീവൻ പോലും പണയം വെക്കാൻ വരെ തയ്യാറായി ഓടിയെത്തിയത്? ആ ഓടിയെത്തിയവന്റെ പേര് വെറും 3 അക്ഷരമായിരുന്നു. എന്തായിരുന്നു ആ 3 അക്ഷരം? നീയൊക്കെ ചാണകമെന്നും നീയൊക്കെ പലതും പറഞ്ഞുകൊണ്ട് അപഹസിക്കുന്ന ഒരു പേരുണ്ടല്ലോ, RSS എന്ന് പറയുന്ന 3 അക്ഷരം. ആ RSSകാരായിരുന്നു പാലാ ബിഷപ്പിനെ തിരുമേനിക്ക് പിന്തുണ കൊടുത്ത് ഓടിയെത്തിയത്. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയപ്പോഴും ആരായിരുന്നു പിന്തുണ കൊടുത്തത്? ആരായിരുന്നു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഓടിയെത്തത്? അവിടെയും RSSകാരായിരുന്നു. ഇനി നിർമ്മല കോളേജിൽ ഈ പറയുന്ന ജിഹാദികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇടം കൊടുക്കാൻ വേണ്ടി സമരം ചെയ്ത SFIയെ പ്രതിരോധിക്കാനും ആരേ ഉണ്ടാവുകയുള്ളൂ. അവിടെയും RSS എന്ന് പറയുന്ന 3
മൂന്നക്ഷരക്കാരെ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ, അവർക്ക് നട്ടെല്ലുണ്ട്, ധീരതയുണ്ട്. ആ ധിക്കാരത്തോടു കൂടി തന്നെ ഈ ജിഹാദികളെ പൊരുതാനുള്ള ഗട്സ് ഉണ്ട്, തന്റെ ഇടമുണ്ട്. ആ തന്റെ ഇടമുള്ളത് മാത്രമല്ല, ഒറ്റ തന്തയ്ക്കാ പിറന്നത്. നിന്റെയൊക്കെ പോലെ പല തന്തയുടെ DNA കയറി നടക്കുന്നവരല്ല RSSകാർ. അതുകൊണ്ട് നീയൊക്കെ എത്രത്തോളം പരിഹസിച്ചാലും അവസാനം നിന്നെക്കൊക്കെ അത്താണിയായിട്ട് ഓടിയെത്താൻ RSSകാരെ ഉണ്ടാവുകയുള്ളൂ. ആ അവസ്ഥയിലേക്കാണ് ഈ അൽഖേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇസ്ലാമിക ജിഹാദികളുടെ മൂട് താങ്ങി അവന്റെ ഉച്ചിഷ്ടവും അമേധ്യവും ഭക്ഷിച്ച് തിന്നുവീർത്ത ആ ഒരു കൃമി കീടമായി മാറുമ്പോൾ നിനക്ക് രക്ഷ RSS മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നീ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നവരെ പരിഹസിച്ചോ, അത് നിന്റെ ജോലി. നിന്റെ വീട്ടിൽ കിട്ടുമ്പോൾ നീ ഓടിയാണെങ്കിൽ ഓടി വിളിക്കും. ആ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന നിന്റെ ആ നേരത്തെ ദൈവത്തിന്റെ ഭഗവാന്റെ പേര് ഒരു RSSകാരൻ എന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ നിർമ്മല കോളേജിൽ നടത്തിയിട്ടുള്ള ജിഹാദികളുടെ ഈ പരീക്ഷണം അവർ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഹിന്ദു മാനേജ്മെന്റിന് കീഴിലും ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുമുള്ള ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഉണ്ട്. അവിടെ ഒരു ഹിന്ദുവിന് പ്രാർത്ഥിക്കാനോ ഒരു ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കാനോ ഇടം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ SFI എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും കോൺഗ്രസിന്റെ KSU ആയാലും വരില്ല. അവിടെ വരിക ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ മുക്കാലികൾക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് നിനക്കുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന് അവരെ വിജയിക്കാൻ നീ വിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ തലക്കുറി, നിന്റെ മരണക്കുറി, നിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി നീ തന്നെയാണ് അടിക്കുന്നതെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.